ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കടകളിലും ബേക്കറികളിലൊക്കെ സുലഭമായി കിട്ടാറുള്ള നമ്മുടെ സാധാരണ പ്ലം കേക്ക് എല്ലാവരും തന്നെ ഒത്തിരി കഴിച്ചിട്ടുണ്ട് അല്ലേ? എന്നാൽ ചോക്ലേറ്റ് ഫ്ലേവറോട് കൂടിയിട്ടുള്ള പ്ലം കേക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? വളരെ റെയറായി മാത്രം കാണുന്ന ഒരു കേക്കാണിത്. ഒരിക്കലൊരു സ്ഥലത്തുനിന്ന് ഗിഫ്റ്റായിട്ട് ഈ ഒരു കേക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് കേട്ടോ. ചോക്ലേറ്റ് ഫ്ലേവറോട് കൂടിയിട്ടുള്ള പ്ലം കേക്ക് കഴിച്ചപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി. ഉണ്ടാക്കിയപ്പോൾ സക്സസ് ആയി. അപ്പോൾ പിന്നെ ആ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണ് ചോക്ലേറ്റ് പ്ലം കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഡ്രൈ ഫ്രൂട്ട് സോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ഡ്രൈ ഫ്രൂട്ട് മിക്സ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നോർമൽ പ്ലം കേക്ക് ആണെങ്കിൽ ഈ സമയത്ത് നമ്മൾ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ചോക്ലേറ്റ് പ്ലം കേക്ക് ആയതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അത് നന്നായിട്ടൊന്ന് കാരമലൈസ് ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. പഞ്ചസാര മുഴുവനായിട്ട് ഉരുകി കളറൊക്കെ മാറി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വരും. ആ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് 1 കപ്പ് മുന്തിരി വൈനോ ഓറഞ്ച് ജ്യൂസോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മുന്തിരി വൈനാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് 5 കറിയാമ്പോ, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ചെറിയ കഷ്ണം ചുക്ക്, കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സിയിൽ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് കഴിയുമ്പോൾ ഈ കേക്കിലേക്ക് ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പോളം കറുത്ത കുരുവില്ലാത്ത ഉണക്കമുന്തിരിയും 1/4 കപ്പോളം ചെറി, ടൂട്ടി ഫ്രൂട്ടി, കിസ്മിസ്, കാൻഡിഡ് ഓറഞ്ച് പീല്, കാൻഡിഡ് ജിഞ്ചർ പീല്, ഡേറ്റ്സ് ഇത്രയുമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ലപോലെ തിളച്ച് ഒന്ന് വറ്റി വരണം. അത്യാവശ്യം ഇതിൽ ജ്യൂസൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പ് കൂടി ഇട്ട് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ ഓറഞ്ച് എസൻസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബീറ്റർ കൊണ്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് ബീറ്റർ കൊണ്ട് 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വരണം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 10 സെക്കൻഡ് കൂടി ബീറ്റ് ചെയ്ത ശേഷം ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് വിസ്ക് കൊണ്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഫോൾഡ് ചെയ്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ബാറ്റർ കുറച്ച് ടൈറ്റായിട്ട് തോന്നും. ആ സമയത്ത് ഇതിലേക്ക് കുറേശ്ശായിട്ട് നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വിസ്ക് മാറ്റിയിട്ട് സ്പാറ്റിൽ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഡ്രൈ ഫ്രൂട്ട് മിക്സും മാറി മാറി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഡ്രൈ ഫ്രൂട്ട് മിക്സും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് കാഷ്യൂനട്ടാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് പ്ലം കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കേക്ക് ബാറ്റർ മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു സ്റ്റീലിൻ്റെ റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. മൂടി കൊണ്ടൊന്ന് അടച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂർ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും കേക്ക് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ കേക്ക് ടിന്നിൽ നിന്നും എടുത്ത് മാറ്റാം. ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വെറൈറ്റി പ്ലം കേക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഒരേ രുചിയിലുള്ള സാധാരണ പ്ലം കേക്ക് കഴിക്കാതെ ഇതേപോലെയുള്ള വ്യത്യസ്ത രുചികളിലുള്ള പ്ലം കേക്കൊക്കെ വീട്ടിലുണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.